ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ നടക്കുകയാണ് കേട്ടോ. അപ്പം തിരുനാളിനോടനുബന്ധിച്ച് അതിൻ്റെ തലേ ദിവസം പ്രദക്ഷിണമുണ്ട്. അപ്പം ഇന്നാണ് ആ പ്രദക്ഷിണം. അപ്പം പ്രദക്ഷിണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഇതിൻ്റെ പിറകെ തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ വീടെന്ന് പറയുന്നത് കൊല്ലത്ത് ശക്തികുളങ്ങരയിലാണ്. അപ്പം ശക്തികുളങ്ങരയിൽ വലിയ പള്ളിയിലെ പെരുന്നാളല്ല, ഇത് വളവിൽത്തോപ്പ് എന്ന് പറയുന്ന ഔസേപ്പിതാവിൻ്റെ ചെറിയ, അപ്പോൾ അത്ര വലിയ പ്രദക്ഷിണമൊന്നും അല്ല, ഒരു കുഞ്ഞു പ്രദക്ഷിണമാണ്. അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം, രണ്ട് സൈഡിലും പ്രദക്ഷിണം കടന്നു പോകുന്ന വഴിയിലെല്ലാം എല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ക്രിസ്ത്യൻസ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ വേറെ കാസ്റ്റിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ പ്രദക്ഷിണം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഒരുക്കി വെക്കും. എന്തോ വരുന്നത്? പ്രദക്ഷിണമാണോ വരുന്നത്? സാവിക്കുട്ടി പ്രദക്ഷിണത്തിലൂടെ നടന്നു പോവോ? ആ, കൂട്ടുകാരെല്ലാം വരാൻ പറ, എല്ലാരും വരണേന്ന് പറ. അപ്പോൾ സാവിക്കുട്ടി ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഓടി നടന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത്, ലൈറ്റ് ഇട്ടേക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സാവിക്കുട്ടീനെ സംബന്ധിച്ച് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ ഒരുക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പള്ളിയിൽ പോയി. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും മാസമൊക്കെ കഴിഞ്ഞിട്ട് പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ടൈം ആയിരുന്നു. അപ്പം നമ്മളും പിന്നെ പ്രദക്ഷിണത്തിൻ്റെ കൂടെ പോയി. പ്രദക്ഷിണം ഇറങ്ങുന്നതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ബാൻഡുകാരാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പുറകിലാണ് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു, നല്ല കുട്ടി കുട്ടി പിള്ളേരും മാലാഖമാരെ പോലൊക്കെ ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ പ്രദക്ഷിണം ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുഞ്ഞു പിള്ളേരായതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും നമ്മൾ പ്രദക്ഷിണത്തിന് കൊണ്ടുപോയില്ല. അപ്പം മഴ നനഞ്ഞാണ് എല്ലാവരും പ്രദക്ഷിണത്തിന് നടന്നിറങ്ങിയത്. പ്രദക്ഷിണം ഇറങ്ങി ഒരു അരമണിക്കൂറിന് ശേഷമാണ് മഴയൊക്കെ ഒന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യത്തെ അത്ര ആളൊന്നും പ്രദക്ഷിണത്തിനില്ലായിരുന്നു. അപ്പം പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മുടെ രൂപം, അതായത് മാതാവിൻ്റെ രൂപമുണ്ട്, ഔസേപ്പിതാവിൻ്റെ രൂപമുണ്ട്. ഇപ്രാവശ്യത്തെ പ്രദക്ഷിണത്തിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ രൂപം ചുമക്കുന്നത് സ്ത്രീകളായിരുന്നു. എല്ലാ പ്രാവശ്യവും രൂപം ചുമക്കുന്നത് ആണുങ്ങളായിരിക്കും. കാരണം നമ്മൾ കരുതുന്ന പോലെയല്ല, ഇത്രയും ദൂരം ഭയങ്കര വെയിറ്റാണ്, നമുക്ക് ഭയങ്കര തോളിനൊക്കെ വേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രാവശ്യം അമ്മമാരൊക്കെ ചോദിച്ച് വാങ്ങിയതാണ് മാതാവിൻ്റെ രൂപം, ഞങ്ങളന്ന് ചുമന്നോളാം എന്നുള്ളൊരു ഇത്. അപ്പം അത് ഓരോരുത്തർ നേർച്ചയായിട്ടൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് പള്ളിയിലോട്ട് കയറിയപ്പോഴത്തേക്കും ഒരുപാട് രാത്രിയായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും അവസാനമാണ് രൂപം പോകുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ രൂപത്തിന് തൊട്ട് മുമ്പിലായിട്ട് ഇപ്പം തിരുനാൾ ഏറ്റെടുത്ത് നടക്കുന്നവർ, അവരെ പ്രസിഡൻ്റ് എന്നാണ് പറയുന്നത്, അവരും തിരിയും പിടിച്ച് നടക്കും. പിന്നീട് അടുത്ത വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടക്കുന്നവരും അച്ഛന്മാരും ഒക്കെയാണുള്ളത്. പിന്നെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമായിരുന്നു പള്ളിയിലെന്ന് പറയുന്നത്. പള്ളിയിൽ ഭയങ്കര ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പിള്ളേരും ഒരുപാട് കൊച്ചു പിള്ളേരൊക്കെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ആടി, പിള്ളേർ മാത്രമല്ല വലിയവരൊക്കെ ആയിട്ട് തിരുനാളൊരു ഭയങ്കര ആഘോഷമായിട്ട് തന്നെ നല്ല രീതിയിൽ നല്ല രസമായിരുന്നു അതെന്ന് പറയുന്നത്. ഓൾറെഡി പ്രദക്ഷിണം പള്ളിയിൽ കയറിയപ്പോഴത്തേക്കും നല്ല താമസിച്ചിരുന്നു. എന്നിരുന്നാലും എല്ലാവരും ഈ ഒരു പ്രോഗ്രാമും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ പോയത്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. സത്യം പറഞ്ഞാൽ മാർച്ച് 19-നാണ് എല്ലാ പള്ളിയിലും, നമ്മുടെ ഈ പള്ളിയിൽ മാത്രമല്ല എല്ലാ പള്ളിയിലും ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. അന്ന് സ്നേഹവിരുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പള്ളിയിലും 3 ദിവസത്തെ തിരുനാളായിരുന്നു, സ്നേഹവിരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലുള്ള കുട്ടി കുട്ടി വീഡിയോസായിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.